വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് DNS സെർവേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ DNS സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ DNS സെർവർ എന്ന് പറഞ്ഞാൽ TCP IP പോലെയൊക്കെയുള്ള ഒരു പ്രോട്ടോക്കോളാണ് സത്യത്തിൽ DNS നെയിം സിസ്റ്റം. ഈ പ്രോട്ടോക്കോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിൽ നിന്ന് പരസ്പരം ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി TCP IP പ്രോട്ടോക്കോൾ പോലെയൊക്കെ തന്നെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ, അതായത് ഒരു സെർവറും രണ്ട് സെർവേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റും സെർവറും തമ്മിലോ IP അഡ്രസ്സും ഡൊമെയിൻ നെയിമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു പ്രോട്ടോക്കോളിനെയാണ് നമ്മൾ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഏത് കമ്പ്യൂട്ടറിനെ വേണമെങ്കിലും നമുക്ക് ഡൊമെയിൻ നെയിം സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ DNS സെർവർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു DNS സെർവർ? DNS സെർവർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഡാറ്റാബേസ് ആണ്, ഒരു ഡിക്ഷണറി എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഡിക്ഷണറിക്കകത്ത് വാക്കുകളുണ്ട്, ആ വാക്കിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡാറ്റാബേസ് ആണ് DNS സെർവർ എന്ന് പറഞ്ഞത്. അപ്പം DNS സെർവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഡാറ്റാബേസിനകത്ത് നെറ്റ്വർക്കിൻ്റെ പേരുണ്ട്, അവയുടെ IP അഡ്രസ്സ് ഉണ്ട്, അത് എവിടെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ DNS സെർവറിൽ ഇറക്കുന്നത്, ഏത് പബ്ലിക് IP ആണ് ഫീച്ചർ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ആ ഡാറ്റാബേസിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഞങ്ങൾക്കൊരു പടം കാണാൻ പറ്റും. ഡോട്ടിൻ്റെ താഴെ .com ഉണ്ട്, .net ഉണ്ട്, .edu. ഇനി redhat.com അല്ലെ CNN.com അല്ലെ duke.edu അല്ലെ chem.duke.edu. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള നെറ്റ്വർക്ക് നെയിംസും അവയുടെ IP അഡ്രസ്സ്, ഇതിൻ്റെയൊക്കെ ആക്ച്വലായിട്ട് ഒരു ഡാറ്റാബേസ്, അതിനെയാണ് നമ്മൾ DNS സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ DNS സെർവറിന് ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഹയറാർക്കിയാണ്. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ അതിന് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് കാര്യങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ റൂട്ട് സെർവേഴ്സ് ഉണ്ട്, റൂട്ട് സെർവേഴ്സിൻ്റെ താഴെ .com സെർവർ ഉണ്ട്, അതുപോലെ .org DNS സെർവർ ഉണ്ട്, അല്ലെങ്കിൽ .edun സെർവർ ഉണ്ട്, .netൻ്റെ ഉണ്ട്, .info DNS സെർവർ, അങ്ങനെ പലതരത്തിലുള്ള സെർവേഴ്സ് ഉണ്ട്. ഈ സെർവേഴ്സ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവയുടെ പേരും അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സുകളുമാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഡൊമെയിൻ നെയിം സിസ്റ്റം എന്ന് പറയുന്ന ഒരു DNS സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഒരു ഡൊമെയിൻ നെയിം, യൂസർ ഇപ്പോൾ ഒരു ഡൊമെയിൻ നെയിം ഇപ്പോൾ CCF.edu അങ്ങനെ ഒരു ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ IP അഡ്രസ്സിനെ ആ യൂസറിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡൊമെയിൻ നെയിം സിസ്റ്റം ചെയ്യുന്ന ജോലി. ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ aliens.com.net യൂസർ ചോദിക്കുകയാണ്, കസ്റ്റമർ ചോദിക്കുന്നു. അപ്പം നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ISP അത് അതിൻ്റെ IP അഡ്രസ്സ് കാണിച്ചു തരും. ഇപ്പോൾ 66.115.210.3. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസർ എന്ത് ചെയ്യും? ആ ബ്രൗസർ ആ വെബ് സെർവറിൽ ആ IP അഡ്രസ്സിലേക്ക് ചെന്നിട്ട് ആ IP അഡ്രസ്സിലുള്ള ആ ഒരു പേജിനെ നമ്മുടെ ബ്രൗസറിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് തരികയാണ്. ഇതാണ് ശരിക്കും ഒരു DNS സെർവർ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ജോലി, അതാണ്. ഇനി അപ്പം DNS സെർവറിനെ നമുക്കൊരു ഫോൺ ബുക്ക് എന്നൊക്കെ പറയാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ നമ്മൾ ഫോൺ ബുക്ക് ഉണ്ട്. അപ്പോൾ ആ ഫോൺ ബുക്കിനകത്ത് നമുക്ക് അറിയാവുന്നവരുടെ പേര്, അവരുടെ ഫോൺ നമ്പർ, പിന്നെ ചിലപ്പോൾ അവരുടെ ഇമെയിൽ ID, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് ഡൊമെയിൻ നെയിം സിസ്റ്റത്തിന് ഒരു ഫോൺ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അവയുടെ ഡൊമെയിൻ നെയിമും അവയുടെ IP അഡ്രസ്സും തമ്മിലുള്ള ആ കണക്ഷനെ ഒരു ഡാറ്റാബേസ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാനാണ് നമ്മൾ ഈ ഒരു ഫോൺ ബുക്ക് പോലുള്ള സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇൻ്റർനെറ്റിൽ കയറണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഒരു മൊബൈലോ
ഒരു ലാപ്പിനോ ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ഈ IP അഡ്രസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് യുണീക്ക് ആയിരിക്കും. യുണീക്ക് എന്ന് പറഞ്ഞാൽ ആ നമ്പർ വേറൊരു കമ്പ്യൂട്ടറിന് കാണില്ല. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 192.168.1.50. അതേ നമ്പർ ഇനി വേറൊരു കമ്പ്യൂട്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഫ്ലിക്റ്റ് വരും. അപ്പം ഇൻ്റർനെറ്റിൽ കയറുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിൽ കയറുന്ന ഓരോ കമ്പ്യൂട്ടറിനും വ്യത്യസ്തമായ ഒരു IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ IP അഡ്രസ്സ് നമുക്ക് മനുഷ്യൻ ഓർത്ത് വെക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് പകരം അതിൻ്റെ ഡൊമെയിൻ നെയിമാണ് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ IP അഡ്രസ്സ് ആരാണ് ഓർത്ത് വെക്കുന്നത്? ഡൊമെയിൻ നെയിം സിസ്റ്റമാണ് ഓർത്ത് വെക്കുന്നത്. ആ സെർവറാണ് മനുഷ്യന് വേണ്ടി ഇതിനെ ഓർത്ത് വെക്കുന്നു. നമ്മൾക്ക് ഇത് ഓർക്കാനുള്ള പ്രയാസം കൊണ്ട് നമ്മൾ ഈ ജോലി DNS സെർവറിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ DNS സെർവറിന് പല ഡൊമെയിൻ നെയിം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പ് ലെവലിൽ, അതായത് നമ്മൾ ഡോട്ട് എന്ന് മുമ്പേ പറഞ്ഞു, ആ ഡോട്ടിൽ 13 റൂട്ട് സെർവറാണ് ഉള്ളത്. ഈ റൂട്ട് സെർവർ എന്ന് പറഞ്ഞാൽ ആ റൂട്ട് സെർവറിന് പല കോപ്പീസ് ഉണ്ട്. ആ പല കോപ്പീസ് അല്ലെ പല ഇൻസ്റ്റൻസ് ഉണ്ട്. ആ പല ഇൻസ്റ്റൻസ് ലോകത്തുള്ള പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാണ്. ആകെ 13 റൂട്ട് സെർവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് 13 DNS സെർവർ? 13 തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ്. എന്തിന് ഉള്ള കോംപ്രമൈസ്? ഒന്ന്, നെറ്റ്വർക്ക് റിലയബിലിറ്റി. 2, പെർഫോമൻസ്. ഇവ തമ്മിലുള്ള ഒരു കോംപ്രമൈസിന് വേണ്ടിയാണ് 13 റൂട്ട് സെർവേഴ്സ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് IP4 ആയിരുന്നു. IP4-ൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ട പോലെ തന്നെ ഈ നമ്പർ 192.168.1.51, ഇത് മിനിമം എന്ന് പറയുന്ന 0.0.0.0യും മാക്സിമം നമുക്ക് കൊടുക്കാവുന്നത് 255.255.255.255. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ IP4-ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലിമിറ്റേഷന് ഓവർകം ചെയ്യാനും കൂടെയാണ് നമ്മൾ ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ 13 റൂട്ട് സെർവേഴ്സിനെ DNS സെർവറായിട്ട് നിശ്ചയിച്ചേക്കുന്നത്. അപ്പം അതിന് പല ഇൻസ്റ്റൻസ് ഉണ്ട്. നമുക്ക് അത് മുമ്പോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് ആ 13 റൂട്ട് സെർവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതൊരു കമ്പ്യൂട്ടർ അല്ല. ഈ 13 റൂട്ട് സെർവർ എന്ന് പറയുന്ന പല കമ്പ്യൂട്ടേഴ്സ് അല്ല പല സെർവർ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഓരോ റൂട്ട് സെർവർ എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലസ്റ്റർ കൂടുന്ന അനുസരിച്ച് റിലയബിലിറ്റി കൂടും, അതേസമയം പെർഫോമൻസ് ഒരിക്കലും താഴോട്ട് പോകത്തും ഇല്ല. ഇപ്പം പുതിയതായിട്ട് യൂസ് ചെയ്യുന്നത് IP6 ആണ്. IP6 വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ റൂട്ട് സെർവേഴ്സിനെ നമുക്ക് സ്ഥാപിക്കാനുള്ള നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലിമിറ്റേഷൻസ് ഒത്തിരി നമുക്ക് ഓവർകം ചെയ്യാനും സാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ മുമ്പേ പറഞ്ഞു DNS സെർവറിനകത്ത് സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് വേണമെന്ന് പറഞ്ഞു, അതുപോലെ സ്പെഷ്യൽ പ്രോട്ടോകോൾസും വേണമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ചില സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് DNS ഓരോ തരത്തിലുള്ള DNS സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഒന്ന് big-IP DNS. പിന്നെ ബൈൻഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ സിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ് സിസ്കോ നെറ്റ്വർക്ക് രജിസ്ട്രാർ. കോർ DNS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ DNS മാസ്ക് എന്ന് പറയുന്ന എല്ലാ സോഫ്റ്റ്വെയർസിനും ഞാനിവിടെ പരിചയപ്പെടുത്തുന്നില്ല. സാധാരണ മിക്ക കമ്പനികൾ അല്ലെങ്കിൽ സെർവേഴ്സ് യൂസ് ചെയ്യുന്ന ചില സോഫ്റ്റ്വെയർ DNS സ്പെഷ്യൽ സോഫ്റ്റ്വെയർസിനെ മാത്രമേ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. പിന്നെ DJBDNS, നോട്ട് DNS, നോട്ട് റിസോൾവർ, മൈക്രോസോഫ്റ്റ് DNS. അപ്പം ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP-യും ഡൊമെയിൻ നെയിമിനെയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ഈ സ്പെഷ്യൽ സോഫ്റ്റ്വെയർസിൻ്റെ ഉദ്ദേശം. അതാണ്. ഇനി നമുക്ക് ഇപ്പം liveware.com അങ്ങനെ ഒരു സൈറ്റ് നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിനൊരു IP അഡ്രസ്സ് ഉണ്ട്, 151.101.2.
114. ഇത് ഈ ഒരു IP അഡ്രസ്സ് നമുക്ക് ഓർത്ത് വെക്കാൻ എന്ന് പറയുന്നത് പ്രയാസമായിരിക്കും. ചിലപ്പോൾ ഒരു IP അഡ്രസ്സേ ഉള്ളെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറക്കത്തില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം 10-30 സൈറ്റുകൾ പോകുന്നുണ്ടെങ്കിൽ ആ ഓരോ സൈറ്റിൻ്റെയും IP അഡ്രസ്സ് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ഒരു സാധാ മനുഷ്യനെ സംബന്ധിച്ച് കുറച്ച് പ്രയാസമാണ്. അപ്പം നമുക്ക് IP അഡ്രസ്സ്, മനുഷ്യന് IP അഡ്രസ്സ് ഓർത്ത് വെക്കാൻ പറ്റും. പക്ഷേ മനുഷ്യന് IP അഡ്രസ്സ് ഓർത്ത് വെക്കാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡൊമൈൻ നെയിം ഓർത്ത് വെക്കും. അതേസമയം കമ്പ്യൂട്ടറിന് കാര്യം നേരെ തിരിച്ചാണ്. കമ്പ്യൂട്ടറിന് ഈ ഡൊമൈൻ നെയിം ഓർത്ത് വെക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഈ IP അഡ്രസ്സാണ് ഓർത്ത് വെക്കുന്നത്. അപ്പം മനുഷ്യനും കമ്പ്യൂട്ടറിനും ഓരോ ചെറിയ ലിമിറ്റേഷൻ ഉണ്ട്. മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? ഈ 151.101.2.114 അത് ഓർത്ത് വെക്കാൻ പ്രയാസമാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള പ്രയാസം എന്താണ്? www.livewire.com ഈ ഡൊമൈൻ നെയിം ഓർത്ത് വെക്കാനും പ്രയാസമാണ്. അപ്പം ഈ രണ്ടുപേരുടെയും പ്രയാസങ്ങളെ തരണം ചെയ്യാനാണ് നമ്മൾ DNS സെർവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് DNS സെർവറിൻ്റെ സെർച്ച് നടക്കുന്നതെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ വിൻഡോസിലാണ് കാണിച്ചു തരുന്നത്. ഉബണ്ടുവിൻ്റേത് ഞാനിവിടെ ആദ്യം പറഞ്ഞു തരുവാണ്. ഹോം എന്ന് പറയുന്നതാണ് മെയിൻ ഡയറക്ടറി. ആ ഹോമിനകത്ത് യൂസർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. അതിൽ .cache-ിനകത്ത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. അതിൽ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ട്, സബ് ഡയറക്ടറി. അതിൽ ക്യാഷിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ വിസിറ്റ് ചെയ്ത ഓരോ IP അഡ്രസ്സിൻ്റെ ഡൊമൈനെ ആ കാര്യങ്ങൾ അവിടെ ക്യാഷിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വിൻഡോസിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുക, അതിൽ അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ എടുക്കുക. അവിടെ ഫോൾഡർ ഓപ്ഷൻസ് ഉണ്ട്. ആ ഫോൾഡർ ഓപ്ഷൻസിൽ നമുക്ക് വ്യൂ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. അതിൽ അഡ്വാൻസ് സെറ്റിങ്സ് എടുക്കുക. അതിൽ ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് അത് ടിക്ക് ചെയ്തിട്ട് OK ബട്ടനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ബട്ടനെ വരുന്നു. ആ സ്റ്റാർട്ട് ബട്ടനെ വന്നതിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ PC അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും, മൈ PC. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എക്സ്പ്ലോററിനകത്ത് സിക്കകത്ത് യൂസേഴ്സ് എടുക്കുക, വിൻഡോസിൽ യൂസേഴ്സ് എടുക്കുക. യൂസേഴ്സിനകത്ത് ആപ്പ് ഡാറ്റയ്ക്കകത്ത് ലോക്കൽ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, അവിടെ ചെല്ലുക. അതിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സബ് ഫോൾഡറിനെ കാണാൻ നമുക്ക് സാധിക്കും. അവിടെ ക്രോം എന്ന് പറയുന്ന സബ് ഫോൾഡർ, അതിൽ യൂസർ ഡാറ്റ, ഡീഫോൾട്ട്, ക്യാഷ്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് നമുക്ക് രണ്ട് കാര്യങ്ങളും ഒന്ന് കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ കൺട്രോൾ പാനലിൽ നിന്ന് ടൈപ്പ് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുക. കൺട്രോൾ പാനലിൽ അപ്പിയറൻസ് ആൻഡ് പേഴ്സണലൈസേഷൻ, ഇവിടെ ടൂൾസ് എടുക്കുക. ടൂൾസിനകത്ത് ഫോൾഡർ ഓപ്ഷൻസ് എടുക്കുക. ഇവിടെ വ്യൂ എടുക്കുക. വ്യൂവിനകത്ത് ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സിനകത്ത് ഷോ ഫയൽസ്, അപ്ലൈ എടുക്കുക, OK കൊടുക്കുക. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്രാവശ്യം കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ദിസ് PC, വിൻഡോസ് 10 ഞാൻ കാണിച്ചു തരുന്നത്. ഓപ്പൺ കൊടുക്കുക. അവിടെ നമ്മൾ സിയിൽ യൂസേഴ്സ് എടുക്കുക. യൂസേഴ്സിനകത്ത് എൻ്റെ പേരിലുള്ള യൂസറാണ് ഇവിടെ കിടക്കുന്നത്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ആപ്പ് ഡാറ്റ എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ഇത് ഹിഡൻ ഫോൾഡറാണ്. അപ്പോൾ ഇത് അൺഹൈഡ് ചെയ്യാനാണ് നമ്മൾ മുമ്പേ ആ ഓപ്ഷനിൽ ചെന്നത്. അപ്പോൾ ആപ്പ് ഡാറ്റയിൽ ലോക്കൽ എടുക്കുക. ലോക്കലിനകത്ത് നമ്മുടെ ഗൂഗിൾ എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുക. ഗൂഗിളിനകത്ത് ക്രോം എടുക്കുന്നു. ക്രോമിനകത്ത് യൂസർ ഡാറ്റ, അതിൽ ഡീഫോൾട്ട്.
ഡിഫോൾട്ടിൽ ക്യാഷ് എടുക്കുക. ഇതാണ് നമ്മുടെ ബ്രൗസറിൻ്റെ ലോക്കൽ ക്യാഷ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ അവിടെ ചെന്നു. അപ്പം നമുക്ക് ഓരോന്നിൻ്റെയും അവിടെ കാണാൻ സാധിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് നമ്മൾക്ക് ലോക്കൽ ക്യാഷിലാണ് ആദ്യം സെർച്ച് ചെയ്യുന്നത്. DNS ആദ്യം ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത് ലോക്കൽ ക്യാഷിലാണ്. അപ്പം ഞാൻ വിൻഡോസിലാണ് ഇപ്പോൾ ഇത് കാണിച്ചു തന്നത്. ഉബണ്ടു ആണെങ്കിൽ ഉബണ്ടുവിൻ്റെ ഹോം, അതിൽ യൂസർ, ക്യാഷ്, ഗൂഗിൾ ക്രോം വെച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഡിഫോൾട്ട് ക്യാഷ്. ഓക്കെ. ഇനി അവിടെ ഇല്ല എങ്കിൽ നമുക്ക് അടുത്തതായിട്ട് DNS എവിടെയാണ് സെർച്ച് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ലോക്കൽ ക്യാഷാണ്. അപ്പം വിൻഡോസിലാണെങ്കിൽ ഇത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. സിക്കകത്ത്, യൂസറിനകത്ത്, അഡ്മിനകത്ത്, ആപ്പ് ഡാറ്റ, ലോക്കൽ, ടെമ്പ്. വീണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ വരുന്നു. ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ നമ്മൾ സി എടുക്കുന്നു, യൂസർ എടുക്കുന്നു. എൻ്റെ പേര് അഡ്മിൻ ആണ്, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. വീണ്ടും ആപ്പ് ഡാറ്റയിലെ ലോക്കൽ എടുക്കുന്നു. താഴെ വരുന്നു. ഇവിടെ ടെമ്പ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഇത് OSൻ്റെ ലോക്കൽ ക്യാഷാണ്. അപ്പോൾ ആദ്യം ബ്രൗസറിൻ്റെ ലോക്കൽ ക്യാഷിലേക്ക് അവിടെ സെർച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് സെർച്ച്. അവിടെ ഇല്ല എങ്കിൽ പിന്നെ ചെയ്യുന്നത് എവിടെയാണ്? ലോക്കൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ വർക്ക് അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യണം. ഇനി ഉബണ്ടു ആണെങ്കിൽ ഉബണ്ടുവിനകത്ത് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കണം. അപ്പോൾ ആദ്യം APT എന്ന് പറയുന്ന ടൂൾ വെച്ച് ക്യാഷിൽ ആണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കുക. നിങ്ങളുടെ റൂട്ട് സ്ലാഷ് എന്ന് പറയുന്ന റൂട്ടാണ്. അതിൽ VIR എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ ക്യാഷിൽ APT, അതിൽ ആർക്കൈവ്സ് ഡയറക്ടറിക്കകത്താണ് ഉബണ്ടുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷ് ഈ ഒരു ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആദ്യം ബ്രൗസറിൻ്റെ ക്യാഷ് നോക്കും. അവിടെ ഇല്ല എങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്യാഷ് നോക്കും. അപ്പോൾ ഇവിടെ രണ്ടും ഇല്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ രണ്ടും ഇല്ല എങ്കിൽ നമ്മളിനി നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന ലോക്കൽ ഒരു ISP ഉണ്ട്. ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ DNS സെർവറിൽ പോയി സെർച്ച് ചെയ്യും. അവിടെ ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇൻ്റർനെറ്റിൻ്റെ നമുക്ക് തരുന്ന അവിടെ ഇല്ല എങ്കിൽ റൂട്ട് സെർവറിൽ ഈ ലോക്കൽ ISP പോയി സെർച്ച് ചെയ്യും. അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് അതൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സെർച്ചാണ്. ആ സെർച്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ തരും. ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു വെബ് പേജ് ഇല്ല എന്നുള്ള ഒരു മെസ്സേജ് വരും. അപ്പോൾ ഇവിടെ കേരള പോലീസിൻ്റെ ഒരു ഇതാണ് ഞാൻ സെർച്ച് ചെയ്തത്. അതുണ്ടെങ്കിൽ അതിൻ്റെ ആ പേജ് നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇനി നെറ്റ്വർക്കിന് എററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പം നമ്മൾ മുമ്പേ ഞാൻ പറഞ്ഞു 13 റൂട്ട് സെർവേഴ്സ് ആണ് ഉള്ളത്. ഈ റൂട്ട് സെർവർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിലല്ല എന്ന് പറഞ്ഞു, പല ക്ലസ്റ്ററുകളായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിന് പല ഇൻസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 13 റൂട്ട് സെർവേഴ്സിനെ പേര് കൊടുത്തേക്കുന്നത് ABCDEFGHIJKL and M എന്നും പറഞ്ഞു. ഇത് 12 ഏജൻസികളാണ് ഈ 13 റൂട്ട് സെർവറിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. നമുക്കപ്പോൾ ഒന്ന് നോക്കാം ആരൊക്കെയാണ് ഈ മെയിൻ്റനൻസ് നടത്തുന്ന വിവിധ തരത്തിലുള്ള ഏജൻസീസ് ആരൊക്കെയാണ്. A എന്ന് പറയുന്ന റൂട്ട് സെർവറിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്ന വേരിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ്. B എന്ന് പറയുന്ന റൂട്ട് സെർവറിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ. C എന്ന് പറയുന്ന റൂട്ട് സെർവറിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുന്ന കോഗ്നന്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ D എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മേരിലാൻഡ്. ഈ സെർവർ നാസയാണ് കൈകാര്യം ചെയ്യുന്നത്.
എഫ് എന്ന് പറയുന്ന സെർവർ ഇന്റർനെറ്റ് സിസ്റ്റം കൺസോർട്ടിയം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് നടത്തുന്നത്. ജി സെർവർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. എച്ച് സെർവർ US ആർമി റിസർച്ച് ലാബാണ്. ഐ സെർവർ നെറ്റ് നോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ജെ സെർവർ വേരിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ്. കെ സെർവർ റൈപ്പ് NCC എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇനി എൽ സെർവർ ഐക്യാൻ എന്ന് പറയുന്ന നമ്മുടെ ഡൊമൈനൊക്കെ നമുക്ക് തരുന്ന കൺസോർട്ടിയമാണ് ഐക്യാന്, അവരാണ് നടത്തുന്നത്. അതുപോലെ എം സെർവർ വൈഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ്. അപ്പോൾ 13 കമ്പനി ഇല്ല, 12 കമ്പനിയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേരിസൈന് എ സെർവറും ജെ സെർവറും വേരിസൈൻ എന്ന് പറയുന്ന കമ്പനിയാണ് നോക്കി നടത്തുന്നുള്ള കാണാൻ സാധിക്കും. അപ്പൊ ഐക്യാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ഐക്യാൻ അതായത് എൽ സെർവർ നടത്തുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ ആ ഒരു ഇത് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ് എന്നാണ് ഐക്യാന്റെ പൂർണ്ണ രൂപം. ഇവരാണ് ഒരു അഡ്വൈസറി കൗൺസിൽ ആണ്. അവര് ആണ് എങ്ങനെയാണ് ഇതിന്റെ DNS സെർവർ അതുപോലെ IP അഡ്രസ്സും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ നടത്തണം, ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെ നടത്തണം, ഇത് കൈകാര്യം ചെയ്യേണ്ട എങ്ങനെയാണ്, അതുപോലെ ഇതിന്റെ സെക്യൂരിറ്റി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ ആയിരിക്കണം, അത് ചോരുമോ ഇല്ലയോ, അതിനെയാണ് നമ്മൾ. അപ്പോൾ അത് എന്തുമാത്രം ശക്തമാണ്, ഇന്റഗ്രിറ്റി എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 12 കമ്പനീസ് അല്ലെ 12 ഓർഗനൈസേഷൻസ് ആണ് ഈ 13 റൂട്ട് സെർവേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ 3 സെർവേഴ്സ് ഇന്ത്യയിലുണ്ട്. ഐ സെർവറിന്റെ ഒരു ഇൻസ്റ്റൻസ് ഇന്ത്യയിലുണ്ട്, അത് ബോംബെയിലാണ്. ഡൽഹിയിൽ കെ റൂട്ടിന്റെ ഒരു സെർവറിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ട്. അതുപോലെ എഫ് റൂട്ട് സെർവറിന്റെ ഒരു ഇൻസ്റ്റൻസ് ചെന്നൈയിലുണ്ട്. ഇത് 3ഉം സ്പോൺസർ ചെയ്തേക്കുന്നത് നിക്സി അല്ലെങ്കിൽ നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി അവര് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നിക്സി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ 3 റൂട്ട് സെർവേഴ്സിനെ ഇന്ത്യയിൽ ചെയ്തേക്കുന്നത്. അപ്പൊ നിക്സി വഴിയാണ് ഇന്ത്യയിലുള്ള പല ലോക്കൽ സെർവേഴ്സ് ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഈ 3 സെർവറിൽ കൂടെയാണ് ഏഷ്യാനെറ്റ് പോലെയുള്ള പല ISPകളും ഈ 3 റൂട്ട് സെർവറിൽ കൂടെയാണ് അവരുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡിങ് തരുന്നത്. അപ്പം നിങ്ങൾക്ക് DNS എന്താണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മുടെ നമുക്ക് ഇന്റർനെറ്റ് തരുന്ന കമ്പനികളുടെ പേരാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പം ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്ന IP അഡ്രസ്സിൽ കൂടെയാണ് നമ്മുടെ സെർച്ച് ഒക്കെ സാധാരണ നടത്തുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് നമുക്ക് ഗൂഗിളിന്റെ പബ്ലിക് ഡൊമൈൻ DNS ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ ചെന്നിട്ട് അവിടെ തന്നേക്കുന്ന IP മാറ്റിയിട്ട് ഗൂഗിളിന്റെ പബ്ലിക് DNS അവിടെ അടിച്ച് കൊടുക്കണം. അത് IP4 ഉണ്ട്, IP6 ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന 8.8.8.8 അല്ലെങ്കിൽ 8.8.4.4 അത് IP4 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ അതിൻ്റെ IP6 IP അഡ്രസ്സ് നിങ്ങളുടെ ആ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈൻ സിസ്റ്റം വെച്ചുള്ള സെർച്ച് നടത്തുവാൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കൂടെ ഒരു DNS സെർച്ച് നടത്താൻ സാധിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഈ DNS സെർവറിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്. ഇപ്പം ഞാനിവിടെ https://www.1.com എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മൊത്തം ഇതിനെ നമ്മൾ കംപ്ലീറ്റ് URL എന്നാണ് പറയുന്നത്. അതിൽ www.1.com അത്രയും ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫുള്ളി ക്വാളിഫൈഡ് ഡൊമെയിൻ നെയിം അല്ലെങ്കിൽ FQDN എന്നാണ് അതിന് പറയുന്നത്. ഇവിടെ വേറൊരു ഉദാഹരണോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, sys-1
102.gas.chevron.com. അപ്പം ആ ഭാഗത്തിനെ നമ്മൾ കംപ്ലീറ്റ് ക്വാളിഫൈഡ് ഡൊമെയിൻ നെയിം എന്നാണ് പറയുന്നത്. ഇതിൽ .com അതിനെയാണ് നമ്മൾ ടോപ്പ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനിയും ആ 1 അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഷെവറോൺ അതിനെ നമ്മൾ സെക്കൻഡ് ലെവൽ ഡൊമെയിൻ എന്നാണ് പറയുന്നത്. ഇനി sys-102.gas ഇത് അതിൻ്റെ തേർഡ് ലെവൽ ഡൊമെയിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി www ആ ഭാഗത്തിനെ നമ്മൾ സബ് ഡൊമെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. .org അതിൽ org എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്. വിക്കിപീഡിയ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ ഡൊമെയിൻ ആണ്. en എന്ന് പറയുന്നത് സബ് ഡൊമെയിൻ ആയിട്ട് വരും. അപ്പോൾ ഡൊമെയിൻ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പേര് കൊടുക്കാം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കാം, സ്മോൾ ലെറ്റേഴ്സ് കൊടുക്കാം, 0 to 9 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കാം, ഹൈഫൻ കൊടുക്കാൻ പറ്റും. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ .com അല്ലെ .org ഇതൊക്കെ ടോപ്പ് ലെവൽ ഡൊമെയിൻ ആണ്. അതുപോലെ 1 അല്ലെങ്കിൽ വിക്കിപീഡിയ ഇതിനെയൊക്കെ നമ്മൾ സെക്കൻഡ് ലെവൽ ഡൊമെയിൻ എന്ന് പറയും. ആ .en അല്ലെ .in .au അതിനെ നമ്മൾ സബ് ഡൊമെയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ DNS സെർവറിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് ഞാനിവിടെ നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.